സ്വാഗതം. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വരൂലേ? അപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ കൊണ്ടുപോവുകയെന്ന് ഈ സ്ഥലത്തേക്ക്. ഒരു നല്ലൊരു സൂപ്പറായിട്ട് അടിപൊളി കിടക്കാച്ചിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് തല്ലി പൊട്ടിക്കണേ. അപ്പോൾ അതാ നമ്മളെ സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഗേറ്റ്. കണ്ടില്ലേ? വലിയ കിടക്കാച്ച് ഗേറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുക്കണേ. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നായിട്ട് ബോഡി ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് കൊറോണയൊക്കെ അല്ലേ, അതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് ഫസ്റ്റ് തന്നെ ബോഡി ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് കടത്തി വിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള എവിടെയാണെന്ന് മനസ്സിലായില്ലേ? മിറാക്കിൾ ഗാർഡൻ. ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ തന്നെ ആയിട്ട് മിക്കി മൗസാണ് നമ്മളെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. മിക്കി മൗസിൻ്റെ പല വെറൈറ്റി രൂപങ്ങളുണ്ട് ഇവിടെ. പല ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്ന മിക്കി മൗസൊക്കെ ഉണ്ട് കേട്ടോ. ബോളും ബാറ്റൊക്കെ എടുത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കഥാപാത്രമല്ലേ മിക്കി മൗസ്. ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള പല മോഡൽസിലുള്ള സംഭവങ്ങളുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടില്ലേ, നമുക്ക് എവിടെയും കാണാൻ പറ്റാത്തൊരു എന്താ പറയുക, പുഷ്പോത്സവം എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ആരും മിസ് ചെയ്യല്ലേ, ഇരുന്ന് കാണണേ. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് നോക്ക്, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊക്കെ ഒറിജിനൽ ചെടിയാട്ടോ, പ്ലാസ്റ്റിക് ഒന്നല്ല, ഒറിജിനൽ നമ്മുടെ ചെടികളാണ് ഇതൊക്കെ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ചെടികളും പൂക്കളും ഒക്കെ ഒറിജിനലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എൻ്റെ ക്യാമറയിൽ ഇതൊന്നും കിട്ടുന്നില്ല. അത്രയും എന്താ പറയേണ്ടത്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ നല്ല കണ്ണിന് ഒരു കുളിർമ നൽകുന്ന രൂപത്തിലാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളവർ. ഈ ബാർബി ഡോളിൻ്റെ മോഡലില്ലേ, ഡാൻസിങ് ബാർബി ഡോള്, അതിൻ്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് വരുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടത്. മൊത്തത്തിൽ പറഞ്ഞാൽ അമേസിങ്. ആ ആനക്കുട്ടീനെ ഉണ്ടാക്കിയിട്ടുള്ള ചെടി ഏതാണെന്നറിയോ? നമ്മളെ ഈ 10 മണിച്ചെടിയില്ലേ, അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാട് പോലെ വളരുന്നൊരു ചെടിയുണ്ട്. ആ ചെടികൾ വെച്ചിട്ടാണ് ആ ആനക്കുട്ടിയെ ഉണ്ടാക്കിയത്. ആരെങ്കിലും പറയോ കണ്ടാൽ അതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന്? അത്രയും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഫ്ലവറിനെ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ ഇത്. അടിപൊളിയില്ലേ? ഫ്ലവറിനെ കൊണ്ട് ഉണ്ടാക്കിയ കൊട്ടാരം. ഫുള്ള് പൂക്കളാ, നിറയെ പൂക്കളൊക്കെ വെച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിൻ്റെ 2 സൈഡിൽ നിറയെ സൂര്യകാന്തി പൂക്കളാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു രസമാണ് കാണാൻ.
നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് തീർച്ചയായിട്ടും കാണണം. എന്താ വെച്ചാൽ അത്രയും, പിന്നെ അത് നമുക്ക് മിസ്സാവും. അത് എന്നാൽ ഇത് ഈ ഒരു സമയത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. വിൻ്റർ തുടങ്ങുമ്പോഴാണ് ഇവരിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 2020 ആയിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്നവരൊക്കെ വന്നൊന്ന് കാണുക. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല സംഭവം, അതിനേക്കാളും ഭംഗിയിൽ നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സൂപ്പറായിട്ടുണ്ട്. മിസ്സാക്കരുത് ആരും, എല്ലാവരും വന്ന് കാണണേ. ഇത് നോക്ക്, മരത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന മോഡലിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയില്ലേ? ഇതൊരു ഡക്കിൻ്റെ ഷേപ്പിൽ, പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിൽ. ഇതാണ് മിറാക്കിൾ ഗാർഡനെ ഏറ്റവും സുന്ദരമാക്കുന്നത്. എമിറേറ്റ്സിൻ്റെ A380 എന്ന ഒറിജിനൽ ഫ്ലൈറ്റാണിത്. ഈ ഫ്ലൈറ്റിൽ 5 ലക്ഷം ഫ്ലവേഴ്സും അതേപോലെ ചെടികളും കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുള്ളതാണിത്. എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. ശരിക്കും സ്വർഗം ഇതാണോന്ന് വരെ തോന്നിപ്പോവല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ആനകളുടെ സ്റ്റാച്ചു ഒക്കെ വെച്ച് തുമ്പക്കയിലെല്ലാം വെള്ളം വീഴുന്നുണ്ട്, കണ്ടോ? ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ട്, നല്ല ഭംഗിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു പെൺകുട്ടീൻ്റെ മുടി പോലെ ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടത്. നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. നല്ല എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയതാണ്. നമ്മൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്തൊരു ഭംഗിയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഈ സ്ഥലത്ത് വന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഫ്രെയിമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലവ് ഷേപ്പിൽ.
നടന്നൊരു വഴിയായിട്ടോ. നല്ല ദൂരമുണ്ട്, ഒരുപാട് കാണാനുണ്ട്. നടക്കാൻ കഴിയാത്തവർക്കും ഇവിടെ വരാട്ടോ. ഇവിടെ ക്ലബ് കാർ എന്ന് പറഞ്ഞിട്ടൊരു കാറിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ അവർ ഫുള്ള് റൗണ്ട് പുറത്തേക്ക് കൂടെ കറങ്ങി കൊണ്ടുവരും. ഇത് കണ്ടില്ലേ, ഡ്രസ്സിൻ്റെ മോഡലിലൊക്കെ ഫ്ലവർ ഒരുക്കി വെച്ചിട്ട് നല്ലൊരു ക്ലോക്ക് മോഡലും അങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു സ്ഥലം നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. ഏകദേശം മൊത്തത്തിൽ കവറാവുന്ന തരത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റും നമുക്ക്. ഇത് കണ്ടോ, കുടകളൊക്കെ ഉണ്ട്, ആർച്ച് ഷേപ്പിൽ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ എൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.